കരുത്തരാകും മല്ലന്മാരെ ഇടിച്ചു വീഴ്ത്തും ടർബോ ജോസ്. മലയാളത്തിൻ താരരാജൻ മമ്മൂക്കായുടെ ടർബോ ജോസ്. മലയാളത്തിൻ താരരാജൻ മമ്മൂക്കായുടെ ടർബോ ജോസ്. ഞാൻ ഒരു സാക്ഷിയാണ്. ഈ പടത്തിൽ ഞാനൊരു ചെറിയ സംഭവം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വെളുപ്പിനെ ഒരു ഏകദേശം ഒരു 2-2:30 വരെ അദ്ദേഹം ഉറക്കം നിന്ന് അഭിനയിച്ച ഒരു ഇതാണ്. കാരണം ഞാൻ സാക്ഷിയാണ്, അതുകൊണ്ട് പറഞ്ഞു. ഞാനിപ്പോൾ വർക്ക് ചെയ്ത പടങ്ങളിൽ ഞാൻ ആകെ 2 ഡയറക്ടറിലൂടെ മാത്രമേ രണ്ടാമത് വർക്ക് ചെയ്യുന്നത്. ബാക്കി എല്ലാം വ്യത്യസ്തമായിട്ട് എനിക്ക് പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം അതിനകത്ത് ഫാൻ ബോയ് പടം തുടങ്ങുന്നിട്ട് അവസാനം വരെ എങ്ങനെയാണോ ഒരു ഫാൻ ബോയ് ഇരിക്കുന്നത് അത് ഞാൻ എക്സ്പ്ലോർ ചെയ്ത് തന്നെയാണ് ഇരിക്കുന്നത്. ആക്ഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നുവെച്ചാൽ അത്രയും ഫീൽ പടം കാണുന്നതിനടുത്തേക്ക് നമ്മൾ തന്നെ ഫ്രഷായി വരികയാണ്. അത്രയും ഫീലായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ടർബോ എന്ന പടം കാരണം മമ്മൂക്കിനെ പ്രതീക്ഷിച്ചായിരുന്നു. ടർബോ ജോസിനെ പ്രതീക്ഷിച്ചാണ്. കാരണം മമ്മൂക്കയുടെ പ്രായം പറയുമ്പോൾ ആളിലേക്ക് ഇദ്ദേഹത്തിന് ഈ കഥാപാത്രം ചെയ്യാൻ പറ്റുമെന്ന്. ടർബോ ജോസ് എന്നുള്ള കഥാപാത്രം മമ്മൂക്ക അപരപാളികളിൽ തെരശ്ശേരിയിൽ അടിപൊളിയാക്കിയിട്ടുണ്ട്. കാരണം ഞാൻ ഒരു സാക്ഷിയാണ്. ഈ പടത്തിൽ ഞാനൊരു ചെറിയ സംഭവം ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം വെളുപ്പിനെ ഒരു ഏകദേശം ഒരു 2-2:30 വരെ അദ്ദേഹം ഉറക്കം നിന്ന് അഭിനയിച്ച ഒരു ഇതാണ്. കാരണം ഞാൻ സാക്ഷിയാണ്, അതുകൊണ്ട് പറഞ്ഞു. അദ്ദേഹം അവിടുത്തെ ആ ജീപ്പ് എടുത്ത് ഒറ്റയ്ക്ക് എടുത്തിട്ട് ആ ഗ്രൗണ്ടിൽ കിടന്ന് കാണിച്ച ഇത് കണ്ടിട്ട് തന്നെ നമുക്ക് അപ്പം തന്നെ അത്ഭുതം വന്നു. ഇങ്ങനെ ഇത്ര പ്രായത്തിലൊക്കെ ഉറക്കം നിന്നൊക്കെ ചെയ്യണം. സിനിമക്ക് വേണ്ടി, അതായത് മലയാളികൾക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ചു തന്ന ഒരു അവതാരം. ഞാൻ ഈ പടം കണ്ടിട്ട് ഒരു പാട്ട് എഴുതിയായിരുന്നു. പടം ഇഷ്ടപ്പെട്ടോണ്ട് ഇപ്പോൾ എഴുതിയ പാട്ടാണ്. ഹിറ്റ് മേക്കർ വൈശാഖ് തൊടുത്തുവിട്ടൊരു ടർബോ ജോസ്. സുന്ദരിമാരുടെ മനസ്സിനുള്ളിൽ ചന്ദ്രനാകും ടർബോ ജോസ്. കഷ്ടതയുള്ള സാധുക്കളുടെ കണ്ണീരൊപ്പം ടർബോ ജോസ്. കരുത്തരാകും മല്ലന്മാരെ ഇടിച്ചു വീഴ്ത്തും ടർബോ ജോസ്. മലയാളത്തിൻ താരരാജൻ മമ്മൂക്കായുടെ ടർബോ ജോസ്. മലയാളത്തിൻ താരരാജൻ മമ്മൂക്കായുടെ ടർബോ ജോസ്. സിനിമ എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. സൂപ്പർ. ആദ്യം മുതൽ അവസാനം വരെ ഏത് ഓക്കെ. അതേപോലെ പുള്ളിയുടെ ആക്ഷനൊക്കെ എങ്ങനെയുണ്ട് ഈ പടത്തിൽ? സൂപ്പറാണ്. ഒരു രക്ഷയില്ല അല്ലേ? ഇതിൻ്റെ കഥയും മറ്റേ സംവിധാനങ്ങളൊക്കെ എങ്ങനെയുണ്ട്? രണ്ടാമത് ബ്രഹ്മയുഗം, അത് കഴിഞ്ഞിട്ട് ടർബോ. ഈ മൂന്നും വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രമാണ്. വാസക് ഡിസൈനിനെ സംബന്ധിച്ചിടത്തോളം ഇത് മൂന്നും ചെയ്യാൻ ഭയങ്കര എൻ്റെ ജോണറുകളൊക്കെ ഞാൻ ഡിഫറെൻ്റ് ആയിട്ട് ചൂസ് ചെയ്യുന്ന ആളുകളാണ്. എൻ്റെ സിനിമകളിലെ മിന്നലായിക്കോട്ടെ, ടർബോ, ബ്രഹ്മയുഗം, നൻപകല്, എന്നാർക്കേശ്വരൻ, മഹാവീര്യർ, കെട്ടിയോളാനന്ദമാലാക, ലവ്, അങ്ങനെ എല്ലാ സിനിമകളിലും ഞാൻ വ്യത്യസ്തമായിട്ട് ചൂസ് ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ വർക്ക് ചെയ്ത പടങ്ങളിൽ ഞാൻ ആകെ 2 ഡയറക്ടറിലൂടെ മാത്രമേ രണ്ടാമത് വർക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാം വ്യത്യസ്തമായിട്ടുള്ള എനിക്ക് പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം അതിനകത്ത് ഫാൻ ബോയ് പടം തുടങ്ങുന്നിട്ട് അവസാനം വരെ എങ്ങനെയാണോ ഒരു ഫാൻ ബോയ് ഇരിക്കുന്നത് അത് ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ മാതിരി എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. മമ്മൂട്ടി കമ്പനിക്ക് വന്നിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ മമ്മൂക്കയുടെ കൂടെ വർക്ക് കിട്ടിയിട്ടുള്ള അവസരം. ഇപ്പം ഞാൻ 3 പടം കൺസിസ്റ്റിംഗ് ആയിട്ട് മമ്മൂക്കയുടെ കൂടെ വർക്ക് ചെയ്യണമെങ്കിൽ ഇവൻ ഇതിലെന്തെങ്കിലും ക്വാളിറ്റി കണ്ടിട്ടുണ്ടാവും. കരുത്തരാകും മല്ലന്മാരെ ഇടിച്ചു വീഴ്ത്തും ടർബോ ജോസ്. മലയാളത്തിൻ താരരാജൻ മമ്മൂക്കായുടെ ടർബോ ജോസ്. മലയാളത്തിൻ താരരാജൻ മമ്മൂക്കായുടെ ടർബോ ജോസ്.